ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഇത് ഓയിലൊന്നും മുക്കിപ്പൊരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, വളരെ കുറച്ച് ചേരുവകൾ മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ചെറിയ 2 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മധുരം വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതാ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഞാനിവിടെ 250 ml കപ്പിന് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ഈ ഒരു നെയ്യിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഈ ഒരു പാന് ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കരിഞ്ഞു പോവും. ഇത് കുറച്ച് സമയം തന്നെ ഒന്ന് വറുത്തെടുക്കണം, എന്നാലും ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴുള്ളൂ കേട്ടോ അത് നല്ലപോലെ ഒന്ന് ആയി കിട്ടുള്ളൂ. ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമാണ് കേട്ടോ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ നമ്മളുടെ ആ ഒരു ഗോതമ്പ് പൊടി നെയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാന് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒരിക്കലും ഫ്ലെയിം പിന്നെ കൂട്ടി കൊടുക്കരുത്, കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഗോതമ്പ് പൊടിയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റോളം തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ലപോലെ കളർ മാറി നല്ലപോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു ഗോതമ്പ് പൊടി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേക സ്മെല്ലായിരിക്കും. നമ്മൾ ഇതുപോലത്തെ കട്ടിയുള്ള പാത്രങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കൂല കേട്ടോ. നമ്മൾ അലുമിനിയത്തിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഞാനിവിടെ 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 1/2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് മുഴുവൻ പാലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കും. പിന്നെ ഞാനിവിടെ പാൽ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചിട്ടുള്ള ആ ഒരു പാലാണ്, ചെറിയൊരു ചൂട് കൊടുക്കനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തവി വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഞാനിവിടെ പാക്കറ്റ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അത് ഒരുവിധമൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 3/4 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തത് കറക്റ്റാണ് കേട്ടോ. ഒരുപാട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതേപോലെ കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടണം. അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ചും കൂടെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പാലൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ്. പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ അതിൽ സെറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് തണുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ സെറ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ചൂടോടുകൂടെ തന്നെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നല്ലപോലെ ഉള്ളൊക്കെ ഒന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ സെറ്റാക്കിയതിൻ്റെ ശേഷം നമുക്ക് പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുറത്ത് തന്നെ ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ലപോലെ തണുത്ത് കിട്ടും. ഇപ്പം നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു സൈഡ് വശം ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കുക. എന്നിട്ടിത് കൈക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വാഴയില ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിലും ചെയ്തെടുക്കാം കേട്ടോ. അതായത് വാഴയില കട്ട് ചെയ്തിട്ട് പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിലിതുമായിരിക്കും സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലപോലെ തണുത്തിട്ട് എടുക്കുമ്പോഴേട്ടോ ഇതാ ഇതുപോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ. ഗോതമ്പ് പൊടി നമ്മൾ വറുത്തിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ തന്നെ പ്രത്യേക ടേസ്റ്റുമാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ നമ്മൾ വെറൈറ്റി സ്നാക്കുകളൊക്കെ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മളിത് ഓയിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും കഴിക്കാം. പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാത്തവർക്കൊക്കെ ശർക്കര വേണമെങ്കിലും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ കത്തിയിലൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക.